ഇനി നമ്മൾ നോക്കുന്നത് 9ാമത്തെ ചോദ്യമാണ്. ഇതാണ് നമ്മുടെ ചോദ്യം. Let 5a/4 be the circumcenter of the triangle with the vertices a, b, c. Let alpha denote the circumradius, beta denote the area, and gamma denote the perimeter of the triangle. Then alpha plus beta plus gamma ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ മൂന്നെണ്ണം കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്ത് നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ പ്ലോട്ട് ചെയ്യാം. ദ ട്രയാങ്കിൾ എ ബി സി ആണ്. എ ബി സി. അപ്പോൾ ദാ എ എന്ന് പറയുന്നത് a-2 ആണ്. ദെൻ ബി എന്ന് പറയുന്നത് a6 ആണ്. സി എന്ന് പറയുന്നത് a/4 -2 ആണ്. ദെൻ നമുക്ക് തന്നിട്ടുണ്ട് സർക്കം സെൻറ്റർ. സർക്കം സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സർക്കം സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം സർക്കം സെൻറ്റർ ഇവിടെയാണെന്ന് കരുതിക്കോ. അപ്പം ആ പോയിന്റ് എന്താണ് വരുന്നത്? നമുക്ക് 5 then a/4 എന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഞാൻ ആ പോയിന്റ് O എന്ന് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലോ? അപ്പോൾ നിങ്ങൾക്കറിയാം ഈ AO എന്ന് പറയുന്നത്, അതായത് ഞാനൊന്നുകൂടെ വരയ്ക്കാം. ഈ പോയിന്റ് AO അല്ലേ, ഈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇവിടുന്ന് OB, ഈ ഡിസ്റ്റൻസിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? സർക്കം റേഡിയസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? അപ്പം AOയും OB എന്താണ്? ഈക്വൽ ആണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സർക്കം റേഡിയസ് ആണ് ഈ AOയും OBയും എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ OA അല്ലെങ്കിൽ OB എന്താണ്? രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ഡിസ്റ്റൻസും നമുക്കൊന്ന് കണ്ടുപിടിച്ചേ. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് ആണ്. അപ്പോൾ രണ്ട് സൈഡിലും റൂട്ട് വരുന്നുണ്ട്. അത് ഇപ്പം തന്നെ നമ്മൾ ക്യാൻസൽ ആയി എന്നുള്ള രീതിയിൽ കരുതുക. അപ്പോൾ എന്താ വരുന്നത്? 5 - a ഹോൾ സ്ക്വയർ പ്ലസ് a/4 + 2 ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് ആണ്. ദെൻ ഇവിടെ പ്രഥമ റൂട്ട് ഓഫ് ഉള്ളതുകൊണ്ടാണ് രണ്ട് ക്യാൻസൽ ആയി പോയത്. നമുക്കറിയുന്ന കാര്യമല്ലേ അത്. ദെൻ അടുത്തത് വരുമ്പോഴത്തേന് 5/a ഹോൾ സ്ക്വയർ പ്ലസ് a/4 - 6 ഹോൾ സ്ക്വയർ. മക്കളെ ഇവിടെ നിന്ന് നമുക്ക് ഇത് രണ്ടും കളയാൻ പറ്റും അല്ലേ? അതെന്തായാലും ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവായി പോകും. ദെൻ ക്യാൻസലായി പോകും. ദെൻ ഇപ്പോൾ എന്താണ് ബാക്കി വരുന്നത്? a/4 + 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു a/4 - 6 ഹോൾ സ്ക്വയർ. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എയുടെ വാല്യൂ കിട്ടും. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? അപ്പോൾ നോക്കിയേ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ a² + 4 + 2 × a/4 × 2 that is equal to a² / 16 plus 36 minus 2 × a/4 × 6. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇത് രണ്ടും നമുക്ക് ക്യാൻസലായി പോകും. ഇതും ക്യാൻസലായി പോകും. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? 4 + 4/4. അപ്പോൾ 4 + a ഈക്വൽ ടു ഇവിടെ നമുക്ക് 36 മൈനസ് ദെൻ എന്ത് വരും? 2 വരും. ദെൻ 3a നമുക്ക് കിട്ടും. ഓക്കെ, 3a എന്ന് വരും. ദെൻ ഇതിപ്പോൾ നമുക്ക് 4a ഈക്വൽ ടു 32 എന്ന് കിട്ടും. ദെൻ എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 8 എന്ന് കിട്ടും. ഓക്കെ, എയുടെ വാല്യൂ 8 കിട്ടി. എയുടെ വാല്യൂ 8 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എയും ബിയും സിയും ഒക്കെ ഈസി ആയിട്ട് എഴുതാൻ പറ്റത്തില്ലേ? അപ്പം എ എന്ന് പറഞ്ഞ കോർഡിനേറ്റ് എന്താ വരുന്നത്? 8 - 2 എന്ന് കിട്ടും നമുക്ക്. ബി എന്ന് പറഞ്ഞ കോർഡിനേറ്റ് 8 6 എന്ന് നമുക്ക് കിട്ടും. ദെൻ സി എന്ന് പറഞ്ഞ കോർഡിനേറ്റ് 8/4, അതായത് 2 - 2 നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞു. ദെൻ ഇനി അടുത്ത നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് സർക്കം റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സർക്കം റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. AO ആണ് സർക്കം റേഡിയസ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കോർഡിനേറ്റ് വാല്യൂ ഇതും കൂടെ നമുക്ക് പറയാം 5a/4 എന്നാണ്. അപ്പം 5 ഈ O എന്ന് പറഞ്ഞ കോർഡിനേറ്റ് എന്താ വരുന്നത്? 5 8/4 എന്ന് പറയുമ്പോൾ 2. ഇതാണ് നമ്മുടെ O എന്ന് പറഞ്ഞ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? സർക്കം റേഡിയസ് ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയാൽ മക്കളെ, സർക്കം റേഡിയസ്. ഓക്കെ, സർക്കം റേഡിയസ് ആണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് OA ആണ് വരുന്നത്. ഓക്കെ, അതെന്താ ഇപ്പം നമുക്ക് കിട്ടാൻ പോകുന്നത്? നോക്കിക്കേ, സർക്കം റേഡിയസ് വരുമ്പോഴത്തേക്കിന് എന്താ വരുന്നത്? ഒരു മിനിറ്റ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. നോക്കിയേ, 8 - 2 5 2. അപ്പോൾ നോക്കിയേ, റൂട്ട് ഓഫ് 8 - 5 എന്ന് പറയുമ്പോഴത്തേക്കിന് 3² എന്ന് പറയുമ്പോഴത്തേക്കും 9 ആണ്. ദെൻ -2 - 2. ഓക്കെ, -2 - 4 ആണ്. അപ്പോൾ 4². ഓക്കെ, അപ്പോൾ എന്ത് വരും? 9 + 16. അപ്പോൾ റൂട്ട് 25 വരും. അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? 5 ആണ് നമ്മുടെ ആൻസർ വരുന്നത് അല്ലേ? ഓക്കെ,
അപ്പം ഒ എ എന്ന് പറയുന്നത് 5 ആണ് വരുന്നത്. ഓക്കെ, അതായത് സർക്കം റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ വരുന്നത്? കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സർക്കം റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡിസ്റ്റൻസ് നമുക്ക് ഇപ്പോൾ എത്ര കിട്ടി? 5 കിട്ടി. അപ്പം ആൽഫയാണ് എന്തെന്ന് പറയുന്നത്? സർക്കം റേഡിയസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ എന്താണ്? ആൽഫ ഈക്വൽ ടു 5 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? പെരിമീറ്ററും ഏരിയയും ആണ് വേണ്ടത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയാങ്കിളിന്റെ 3 സൈഡും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും അല്ലെ? ചുറ്റിനുമുള്ള ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കിക്കേ, ഈ ഡിസ്റ്റൻസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഈ ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഈ ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 3 സൈഡ്സും കിട്ടും. 3 സൈഡ്സും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 സൈഡ് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഞാൻ ഇങ്ങോട്ട് തന്നെ എഴുതുകയാണ്. 3 സൈഡിൽ ഫസ്റ്റ് എ ബി നമുക്ക് കണ്ടുപിടിക്കാം, ദെൻ അടുത്തത് ബി സി കണ്ടുപിടിക്കാം, ദെൻ എ സി നമുക്ക് കണ്ടുപിടിക്കാം. ഈ 3 ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം എ ബി ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കിയാൽ, എ ബി ആണ്. എ ബി പറയുമ്പോൾ തന്നെ 8 - 8 എന്ന് പറയുമ്പോൾ തന്നെ 0 ആണ്. അത് നമ്മൾ നോക്കണ്ട. ദെൻ -2 - 6. ഓക്കെ, അപ്പോൾ അത്ര വരും? 8 ആണ്. അപ്പോൾ 8 സ്ക്വയർ എന്ന് പറയുമ്പോൾ 64 ആണ്. അപ്പോൾ ഇതിന്റെ ലെങ്ത് എന്തായാലും എന്തേ വരത്തുള്ളൂ? എ ബി എന്ന് പറയുന്നത് 8 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ? അത് മനസ്സിലായി. ദെൻ അടുത്ത് നമുക്ക് ബി സി നോക്കാം. ബി സി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കടാ? 8 6 2 -2. അപ്പം 8 - 2 എന്ന് പറയുമ്പോഴത്തേക്കിന് 6 ആണ്. അപ്പോൾ 6 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേന് 36 വരും. ദെൻ 6 - -2 എന്ന് പറയുമ്പോഴത്തേന് 8 വരും. 8 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേന് 64 വരും. അപ്പോൾ 36 + 64 എന്ന് പറയുമ്പോഴത്തേന് 100 വരും. √100 എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് എന്ത് കിട്ടൂടാ? 10 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ? അപ്പം ഈ സൈഡും കിട്ടി. ഇനി അടുത്തത് ഈ സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 8 - 2ഉം അതുപോലെ 2 - 2 ഇതാണ് നമ്മുടെ കോർഡിനേറ്റ്സ്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ എങ്ങനെ വരും? 8 - 2 എന്ന് പറയുമ്പോഴത്തേക്കിന് 6 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? 6 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേന് 36 വരും. ദെൻ എന്ത് വരും? -2 + 2. അപ്പോൾ അത് 0 ആയി പോകും. നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് തന്നെ വരും? നമുക്ക് √36 ആണ്. അപ്പോൾ നമുക്ക് 6 എന്ന് വരും. അപ്പോൾ നമുക്ക് 8 10 6 എന്നാണ് നമ്മുടെ എന്ത് വരുന്നത്? നമ്മുടെ ഡിസ്റ്റൻസുകൾ നമുക്ക് കിട്ടുന്നത് സൈഡ്സിൻ്റെ. അപ്പോൾ നമുക്ക് ഇനി പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ മക്കളെ? പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ എളുപ്പമല്ലേ? ഓക്കെ, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? പെരിമീറ്റർ ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര വരും? പെരിമീറ്റർ ഗാമയാണ്. ഗാമ ഈക്വൽ ടു നമുക്ക് ഇപ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ സൈഡ്സ് ആഡ് ചെയ്താൽ മതി. 8 + 10 + 6 ആണ്. നമുക്ക് എത്ര കിട്ടൂടാ? 24 കിട്ടും. എന്താ നമ്മുടെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്തത് എന്താ വേണ്ടത്? അടുത്ത് നമുക്ക് ഏരിയ ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് 3 സൈഡ്സ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? 3 സൈഡ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ അല്ലേ? ഏരിയ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഏരിയ ഈക്വൽ ടു S × √ എന്ത് വരും? S × S - A × S - B × S - C അല്ലേ? ഈ ഒരു ഫോർമുല വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. S എന്ന് പറഞ്ഞാൽ എന്താണ്? S = A + B + C/2 ആണ് നമുക്ക് വരുന്നത്. എയും ബിയും സിയും നമുക്കറിയാമല്ലോ എത്രയാണ്? 24 / 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 വരും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു √12 × എന്ത് വരും? 12 - 8. 12 - 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ് അല്ലേ? നമുക്ക് അങ്ങനെ ഡയറക്റ്റ് അങ്ങ് എഴുതാം. 4 ആണ്. ദെൻ അടുത്തത് 12 - 10 എത്ര വരും? 2 ആണ്. ദെൻ അടുത്ത് 12 - 6 എന്ന് പറയുമ്പോഴത്തേക്കിന് 6 ആണ്. അപ്പോൾ √12 × 4 × 2 × 6 ആണ് വരുന്നത്. അത് എത്ര തന്നെയാണ് വരുന്നത്? നമുക്കറിയാം. നമുക്ക് 24 എന്ന് എഴുതാം. ക്ലിയർ ആണോ മക്കളെ? 24 തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾ റൂട്ടിലെടുക്കുമ്പോഴത്തേന് √576 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം 576 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 24 ആണ് വരുന്നത്. അതെങ്ങനെ തന്നെ എഴുതാം? √576 ആണ് ഇത് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് 24 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഏരിയയും കിട്ടി. ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീറ്റ ആണ്. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? ആൽഫ + ബീറ്റ + ഗാമയാണ് നമുക്ക് വേണ്ടത്. ആൽഫ എത്രയായിരുന്നു? 5 ആയിരുന്നു. ബീറ്റ നമുക്ക് 24 ആയിരുന്നു. ദെൻ ഗാമയും നമുക്ക് എത്രയാണ് മക്കളെ വരുന്നത്? 24 ആണ്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 53 എന്ന് നമ്മുടെ ആൻസർ വരും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ 53 ഉണ്ടോ എന്ന്? യെസ്, ഓപ്ഷൻ നമ്പർ 2 53 ആണ് നമ്മുടെ ആൻസർ.